Hello and welcome to Ensign Study Circle NTSE Previous Year Question Paper ഡിസ്കഷനിലെ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. Find the number of 3-digit even numbers that can be formed with the digits 3, 4, 7 and 8 if no digit is repeated. അതായത് 3, 4, 7, 8 എന്ന സംഖ്യകൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കരുത്. ഒരു അക്കത്തെ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്ന നമ്മൾ 4 അക്ക ഇരട്ട സംഖ്യയാണ് രൂപീകരിക്കേണ്ടത്. ഓക്കെ, 3 അക്ക ഇരട്ട സംഖ്യയാണ് നമ്മൾ രൂപീകരിക്കേണ്ടത്. 3 ഡിജിറ്റാണ്, 3 അക്ക ഇരട്ട സംഖ്യയാണ്. അപ്പം നമുക്ക് 1, 2, 3 ഇങ്ങനെ 3 പ്ലേസസ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അതായത് ഇത് വൺസ് പ്ലേസ്, ഇത് വൺസ് പ്ലേസ് ഉണ്ടായിരിക്കും. അതേപോലെ ഇത് 10th പ്ലേസ്, ഒറ്റ 10 100 ഇങ്ങനെ 3 ഡിജിറ്റുകളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ 100th പ്ലേസ് 100. ഫൈൻ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് 3, 4, 7, 8 ഇങ്ങനെ 4 അക്കങ്ങളാണുള്ളത്. ഇതിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അക്കങ്ങൾ ഏതൊക്കെയാണ്? 4, 8. ഓക്കെ, എങ്കിൽ മാത്രമേ ഇരട്ട സംഖ്യ ആവത്തുള്ളൂ അല്ലേ? 4, 8 മാത്രമാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം എന്താണ്? ഇവിടെ നമുക്കറിയാം, ഒരു ഇരട്ട സംഖ്യ, ഏതൊരു ഇരട്ട സംഖ്യ എടുത്താലും അതിൻ്റെ വൺസ് പ്ലേസിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും, ഈവൻ നമ്പർ ആയിരിക്കും. ഏത് ഈവൻ നമ്പർ എടുത്താലും അതിൻ്റെ വൺസ് പ്ലേസിൽ വരുന്നത്, ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് എന്തായിരിക്കണം? ഒറ്റ സംഖ്യ ആയിരിക്കണം. അതുകൊണ്ട് ഇരട്ട സംഖ്യ ആയിരിക്കണം. അതുകൊണ്ട് നമുക്കിവിടെ 4, 8 മാത്രമേ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് 2 നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ 4, 8 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 8 യൂസ് ചെയ്തെന്നിരിക്കുക, ബാക്കി നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3-ൽ ഒരെണ്ണം ഇവിടെ യൂസ് ചെയ്തു. സോ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതിൽ രണ്ടാമത്തെ നമ്പറും നമ്മൾ യൂസ് ചെയ്തു. ഇനി 3 4, അപ്പം ഇവിടെ നമുക്ക് 3 or 4 യൂസ് ചെയ്യാൻ പറ്റും. 4 or 3. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു 100th പ്ലേസിൽ നമുക്ക് എന്താണുള്ളത്? 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ പോസിബിലിറ്റീനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, 3 × 2 3 × 2 എന്ന് പറയുമ്പോൾ 6 × 2 12. ഓക്കെ, ഈ രീതിയിലാണ് ഈ ആൻസർ നമ്മൾ കാണേണ്ടത്. ഇനി നിങ്ങളുടെ അടുത്ത് ഓഡ് നമ്പർ കണ്ടെത്താൻ പറഞ്ഞിരിക്കട്ടെ. 3 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ് കണ്ടെത്താൻ എങ്ങനെയാണെന്ന് ഇനി നോക്കാം. എഗെയിൻ നമുക്ക് 100 പ്ലേസ് ഉണ്ടാവും, 10th പ്ലേസ് ഉണ്ടാവും, വൺസ് പ്ലേസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് എത്ര ഓഡ് നമ്പേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ 3ഉം 7ഉം. ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റീസ്. ഓഡ് നമ്പറിൻ്റെ വൺസ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കണം, ഒറ്റ സംഖ്യ ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റീസ്. ഇവിടെയോ? ഇവിടെ നമുക്ക് ബാക്കിയുള്ള 3 നമ്പറിൽ ഏത് വേണേലും യൂസ് ചെയ്യാം. ബാക്കി 2 നമ്പർ ഉണ്ടാവും, അതിൽ ഏത് വേണേലും ഇവിടെ യൂസ് ചെയ്യാം. എഗെയിൻ സെയിം പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്യുക, 12. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു എക്സാമ്പിളൂടെ പറയാം. ഒരു 2 ഡിജിറ്റ് ഈവൻ നമ്പറാണ് പറഞ്ഞെങ്കിൽ നമുക്ക് 100 പ്ലേസ് ഉണ്ടാവില്ല. വൺസ് പ്ലേസും അതേപോലെ 10th പ്ലേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു 98 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വൺസ് പ്ലേസിൽ ഈവൻ നമ്പർ ആയിരിക്കും. അതേപോലെ ഇത് 10th പ്ലേസിലുള്ള ഡിജിറ്റ്. ഇവിടെ ഏത് നമ്പറും വരാം, ഈവൻ ആയാലും ഓഡ് ആയാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, കാര്യം എന്താണ്? ഇവിടെ ഇത് ഈ 10th പ്ലേസിൽ ഓഡ് നമ്പറാണ് വന്നിട്ടുള്ളത്, 9 ഓഡ് നമ്പറാണ്. പക്ഷേ ഓൾ ഇൻ നോക്കുമ്പോൾ ഈ 2 ഡിജിറ്റ് നമ്പർ എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഇതേ 4 ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ 2 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ നമുക്ക് 4 or 8 വെച്ച് ഫില്ല് ചെയ്യാം. 4 or 8 വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2 ചാൻസസ് ആണുള്ളത്, 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ബാക്കി 3 നമ്പറിൽ ഏത് വേണമെങ്കിലും
ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം 3, 4, 7 ഏത് വേണമെങ്കിലും. അല്ലെങ്കിൽ 8 ആണ് നമ്മളവിടെ യൂസ് ചെയ്തെങ്കിൽ മറ്റ് ബാക്കിയുള്ള 3 നമ്പർ ഇവിടെ 3 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ നമുക്കിവിടെ 3 പോസിബിലിറ്റീസ് ഉണ്ട്. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ഓക്കെ, അതേതൊക്കെയായി വരുന്നുണ്ടാവുക? ഒന്ന് പറയട്ടെ, 48, 38, 78 അല്ലേ? 38, 48 അതേപോലെ 78. ഓക്കെ, 8 ഈവൻ പ്ലേസിൽ വരുന്ന വൺസ് പ്ലേസിൽ വരുന്ന 3 നമ്പേഴ്സ്. അതുപോലെ തന്നെ 34, അതേപോലെ 44 ഉണ്ടാവോ? 44 എഴുതാൻ പറ്റില്ല, കാര്യം നമുക്ക് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 34 കഴിഞ്ഞാൽ പിന്നെ 74 എഴുതാം നമുക്ക്. അതേപോലെ നമുക്ക് എന്ത് എഴുതാം? 84ഉം എഴുതാം. ഇങ്ങനെ 6 നമ്പേഴ്സാണ് നമുക്ക് ഈവൻ നമ്പേഴ്സ്, 2 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഈ തന്നിരിക്കുന്ന 4 ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമ്പേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 3 × 2 6 കേട്ടോ, 6. സോ ഈ രീതിയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാം റീന ഈസ് 4 ഇയർ ഓൾഡർ ദാൻ മായ. അപ്പോൾ റീനയ്ക്ക് മായയേക്കാൾ 4 വയസ്സ് കൂടുതലാണ്. അപ്പം മായയേക്കാൾ കൂടുതലാണ് അല്ലേ? 4 വയസ്സ് കൂടുതലാണെന്ന് പറയുമ്പോൾ റീന. ഇക്വേഷൻ കിട്ടി നമുക്ക്. സുനിൽ ഈസ് 4 ഇയർ യങ്ങർ ടു സുജ. ഓക്കെ, സുനിൽ ഈസ് 4 ഇയർ യങ്ങർ ടു സുജ. ഇത് സുജ. ഓക്കെ, ഇത് സുനിൽ. സുജയേക്കാൾ 4 വയസ്സ് കുറവാണ് ആർക്ക്? സുനിലിന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്? അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബട്ട് 1/4 ടൈംസ് ആസ് ഓൾഡ് ആസ് റീന. അതായത് സുനിലിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. സുനിലിന് സുജയേക്കാൾ 4 വയസ്സ് കുറവും റീനയുടെ 1/4 വയസ്സുമാണ്. അതായത് റീനയുടെ വയസ്സിൻ്റെ ഭാഗമാണ് സുനിലിൻ്റെ വയസ്സ്. അപ്പം റീനയ്ക്ക് 20 വയസ്സുണ്ടെങ്കിൽ സുനിലിന് എത്ര വയസ്സുണ്ടായിരിക്കും? 5 വയസ്സുണ്ടായിരിക്കും അല്ലേ? 1/4, 1/4 ഭാഗം. അപ്പം റീനയ്ക്ക് 20 വയസ്സുണ്ടെങ്കിൽ സുനിലിന് 5 വയസ്സുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ റീനയുടെ വയസ്സിൻ്റെ 4 മടങ്ങാണ് എന്ത്? സുനിലിൻ്റെ വയസ്സ്. 4 ടൈംസ് റീനയുടെ വയസ്സാണ് സുനിലിൻ്റെ വയസ്സ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ നോക്കുക, സുജയ്ക്ക് 8 വയസ്സുണ്ടെന്ന് പറഞ്ഞു. സുജയ്ക്ക് 8 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ മായയ്ക്ക് എത്ര വയസ്സുണ്ടെന്നുള്ളതാണ് ചോദ്യം. സുജയ്ക്ക് 8 വയസ്സുണ്ടെങ്കിൽ 8നേക്കാളും 4 കുറവ് ആണ് സുനിലിൻ്റെ വയസ്സ് അല്ലേ? സുജയുടെക്കാളും 4 വയസ്സ് കുറവാണ് സുനിലിന്. സുനിലിന് സുജയേക്കാൾ 4 വയസ്സ് കുറവാണ്. അപ്പോൾ സുനിലിന് എത്ര വയസ്സുണ്ടാവും? സുനിലിന് 4 വയസ്സുണ്ടാവും. ഓക്കെ, നമ്മളിവിടെ കണ്ടു സുനിലിൻ്റെ വയസ്സ് എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞത് സുനിലിൻ്റെ വയസ്സെന്ന് പറയുന്നത് റീനയുടെ വയസ്സിൻ്റെ 1/4 ടൈംസ് ആണ്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ അല്ല കേട്ടോ വരിക. ഇവിടെ വരുന്നത് റീനയുടെ വയസ്സെന്ന് പറയുന്നത് സുനിലിൻ്റെ വയസ്സിൻ്റെ 4 ടൈംസ്. അങ്ങനെയല്ലേ വരിക? കാര്യം ഇവിടെ പറഞ്ഞത് റീനയ്ക്ക് 20 വയസ്സുണ്ടെങ്കിൽ സുനിലിന് 5 വയസ്സ്. അപ്പോൾ സുനിലിൻ്റെ വയസ്സിനോട് 4 ഗുണിച്ചാലാണ് റീനയുടെ വയസ്സ് കിട്ടുക. 20 എന്ന് പറയുന്നത് റീനയുടെ വയസ്സാണ്, 5 എന്ന് പറയുന്നത് സുനിലിൻ്റെ വയസ്സാണ്. അപ്പോൾ സുനിലിൻ്റെ വയസ്സിനോട് 4 ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? റീനയുടെ വയസ്സ് കിട്ടുക. നമ്മൾ 20ഉം 5ഉം വെച്ചിട്ടാണ് ഉദാഹരണം പറഞ്ഞത്. റീനയ്ക്ക് 20 വയസ്സുണ്ടെങ്കിൽ സുനിലിന് 5 വയസ്സുണ്ടായിരിക്കും. റീനയുടെ വയസ്സിൻ്റെ 1/4 ടൈംസ് ആണ് സുനിലിൻ്റെ വയസ്സ്. അപ്പോൾ സുനിലിൻ്റെ വയസ്സിൻ്റെ 4 ഗുണിച്ചു കഴിഞ്ഞാൽ റീനയുടെ വയസ്സ് കിട്ടും. നമുക്കിപ്പോൾ സുനിലിൻ്റെ വയസ്സ് കിട്ടി 4 ആണെന്ന്. അപ്പോൾ റീനയുടെ വയസ്സ് എത്രയായിരിക്കും? റീനയ്ക്ക് അപ്പം 16 വയസ്സുണ്ടാവും. 4 ഗുണിക്കണം 4 അല്ലേ? സുനിലിൻ്റെ വയസ്സ് 4, അതിനോട് 4 ഗുണിച്ചാൽ റീനയുടെ വയസ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ റീനയ്ക്ക് 16 വയസ്സ്. റീനയ്ക്ക് 16 വയസ്സാണെങ്കിൽ മായേക്കാൾ 4 വയസ്സ് കൂടുതലാണ് റീനയ്ക്ക്. ഓക്കെ, മായനേക്കാൾ 4 വയസ്സ് കൂടുതലാണ് റീനയ്ക്ക്. റീനയ്ക്ക് 16 വയസ്സുണ്ടെങ്കിൽ മായയ്ക്ക് എത്ര വയസ്സുണ്ടായിരിക്കും? 12 വയസ്സുണ്ടായിരിക്കും അല്ലേ?
അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ 16 കൊടുത്താൽ 16 മൈനസ് 4 ആയിരിക്കും മായയുടെ വയസ്സ് കിട്ടുക അല്ലേ. എം ഈസ് ഈക്വൽ ടു R-4 എന്നാണ് പറയുക. റീനയുടെ വയസ്സിനേക്കാളും 4 കുറവാണ് മായയ്ക്ക്, അല്ലെങ്കിൽ മായേക്കാൾ 4 വയസ്സ് കൂടുതലാണ് റീനയ്ക്ക്. അപ്പം ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 16 മൈനസ് 4 സമം 12 എന്ന് കിട്ടും അല്ലേ. ഒന്നുകൂടെ പറയാം, മായയ്ക്ക് എത്ര വയസ്സ് കൂടുതലാണ്? മായയ്ക്ക് 4 വയസ്സ്, റീനയ്ക്കാണ് മായേക്കാൾ 4 വയസ്സ് കൂടുതൽ. അപ്പോൾ മായയ്ക്ക് 4 വയസ്സ് കുറവായിരിക്കും റീനയേക്കാൾ. റീനയ്ക്ക് 16 വയസ്സാണ്, അതിനേക്കാൾ 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ വരാം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇവിടെ പ്രകാശ് 100 ഓറഞ്ച് വാങ്ങി 360 രൂപയ്ക്ക്. ആൻഡ് ഹി ഫൗണ്ട് ദ 10 ആർ റോട്ടൺ. ഓക്കെ, 10 എണ്ണം കേടായിട്ടുണ്ട്. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ആൻ ഓറഞ്ച് ഇൻ ഓർഡർ ടു ഗെറ്റ് Rs90 ആസ് പ്രോഫിറ്റ്. അപ്പോൾ അവന് ഇപ്പം 360 രൂപയ്ക്ക് 100 ഓറഞ്ച് മേടിച്ചു. ഓക്കെ, 100 ഓറഞ്ച് മേടിച്ചു. 100 ഓറഞ്ചസ് ആണല്ലോ. ഓക്കെ, 100 ഓറഞ്ച് മേടിച്ചു. എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 360 രൂപയ്ക്കാണ്. അത് പ്രത്യേകം ഓർക്കണം, 360 രൂപയ്ക്കാണ് മേടിച്ചത്. ഓക്കെ, ഇനി അതിലെത്രണ്ണം കേടായി? 10 എണ്ണം കേടായിപ്പോയി. 10 എണ്ണം ചീഞ്ഞതാണ്, ചീത്തയാണ്. അതിനി വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റില്ല, നാട്ടുകാർ അടിക്കും. അപ്പോൾ ഇനി 90 എണ്ണേ വിൽക്കാൻ പറ്റുള്ളൂ അവന്. ഓക്കെ, 90 എണ്ണം അവന് വിൽക്കാൻ പറ്റും. അതിൽ എത്ര ലാഭം കിട്ടണം? 90 രൂപ ലാഭം കിട്ടണം. 360 രൂപയ്ക്ക് ഇപ്പം വാങ്ങിച്ച സാധനം 90 രൂപ ലാഭത്തിന് വിറ്റാൽ ടോട്ടൽ എത്ര രൂപ? ഇത് മൊത്തം വാങ്ങിച്ചു, ഇപ്പം 360 രൂപ കൊടുത്ത് 100 ഓറഞ്ച് വാങ്ങിച്ചു. ഇപ്പം അവൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 90 ഓറഞ്ച് മാത്രമേ ഉള്ളൂ, കാശൊന്നും ഇനിയില്ല. ഇനി 90 രൂപ ലാഭത്തിന് അത് വിറ്റ് കഴിഞ്ഞാൽ ടോട്ടൽ ഈ 360 കിട്ടണം, അതിൻ്റെ കൂടെ ഒരു 90 അഡീഷണലും വരണം അല്ലേ. നമ്മൾ വാങ്ങിച്ച പൈസയും കിട്ടണം, അതിൻ്റെ കൂടെ 90 അഡീഷണലും കൂടെ വരണം. അപ്പം മൊത്തം 450 രൂപ അവന് കിട്ടണം. ഈ 90 ഓറഞ്ചുകൾ വിറ്റ് കഴിയുമ്പോൾ അവന് 450 രൂപ കിട്ടണം അല്ലേ. അപ്പോഴല്ലേ 90 രൂപ അധികം വരുള്ളൂ. അതല്ലേ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വിൽക്കുമ്പോൾ ഒരു സാധനം മേടിച്ചിട്ട് നമ്മൾ കൂടിയ പൈസയ്ക്ക് വിൽക്കുമ്പോൾ കൂടുതൽ കിട്ടിയ എമൗണ്ടാണ് നമ്മുടെ ലാഭം. അതാണ് ഈ 90 എന്ന് പറഞ്ഞത്. വിറ്റ് കഴിയുമ്പോൾ ഈ 90 കൂടെ കൂടുതലായിട്ട് അവൻ്റെ കയ്യിൽ വരണം. അപ്പോൾ ടോട്ടൽ അവൻ്റെ കയ്യിൽ 450 രൂപ വരണം. റെഡിയാണല്ലോ. അപ്പോൾ ഈ 90 ഓറഞ്ചുകളാണ് അവൻ വിൽക്കുന്നത്. ടോട്ടൽ 450 കിട്ടുകയും വേണം. അപ്പോൾ ഓരോ ഓറഞ്ച് എത്ര വിലയ്ക്ക് വെക്കണം എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യുക? ഈ 450 രൂപയെ എണ്ണം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 450/90. ഓക്കെ, നമുക്ക് ഒരു പേനയ്ക്ക് 10 പേനയ്ക്ക് 100 രൂപയാണെങ്കിൽ ഒരു പേനയ്ക്ക് 10 രൂപയായിരിക്കും. നമ്മളെന്താ ചെയ്യുന്നത്? ഈ 10 വെച്ചിട്ട് 100 അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ 90 ഓറഞ്ചിന് 450 രൂപ. അപ്പോൾ ഓരോ ഓറഞ്ചിന് എത്രയായിരിക്കും? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടും. റെഡിയാണല്ലോ. 450 രൂപയാണ് അവന് വിറ്റ് കഴിയുമ്പം പ്രോഫിറ്റ് ഇനത്തിൽ അവന് കിട്ടാനുള്ളത്. അത് ബാക്കി വരുന്നത് എത്ര ഉണ്ടാവും? 90 ഓറഞ്ചുകളും ഉണ്ടാവും. അപ്പോൾ 90 ഓറഞ്ചുകൾ 450 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഓരോ ഓറഞ്ചിന് ശരാശരി 5 രൂപ വെച്ച് വാങ്ങിച്ചാൽ ഓരോ ഓറഞ്ചിന് 5 രൂപ, അതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 2 ഓറഞ്ചിന് 10 രൂപ അല്ലേ. അതേപോലെ 3 ഓറഞ്ച് 15 രൂപ. അങ്ങനെ പോയിട്ട് 90 ഓറഞ്ചിന് 450 രൂപ കിട്ടും. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 450 രൂപ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. വാട്ട് നമ്പർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് 23, 30, 57 ആൻഡ് 78 സോ ദാറ്റ് ദ നമ്പേഴ്സ് ആർ ഇൻ പ്രപ്പോർഷൻ. നമുക്കറിയാം 4 നമ്പേഴ്സ് ABCD പ്രപ്പോർഷനിലാണെങ്കിൽ A/B ഈക്വൽ ടു C/D ആയിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാത്തമാറ്റിക്സ് ആണ്. മെൻ്റൽ എബിലിറ്റി അല്ല, മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന A എന്ന് പറയുന്നത് 23 ആണ്, B എന്ന് പറയുന്നത് 30 ആണ്, C എന്ന് പറയുന്നത് 57, D എന്ന് പറയുന്നത് D അല്ല. അതായത് ഇപ്പം ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാലുള്ള നമ്പേഴ്സാണ് പ്രപ്പോർഷനിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ 23 മൈനസ് സം നമ്പർ, അത് ബൈ 30 മൈനസ് സം നമ്പർ. ആ സം നമ്പർ നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ നമുക്ക് എന്തെഴുതാം? 23 മൈനസ് എക്സ് ബൈ 30 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 57 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 78 മൈനസ് എക്സ്.
അപ്പോൾ നമ്മളിനി ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ ആണ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 23 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 30 മൈനസ് എക്സ് അല്ലേ, സോറി, ഫൈൻ, ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്കറിയാം 57 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 78 മൈനസ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ട എക്സുകൾ ഒന്നുകിൽ 4 ആവാം, 3 ആവാം, 6 ആവാം, 7 ആവാം. നിങ്ങൾ ട്രയൽ ആൻഡ് എറർ നടത്തി നോക്കിയാൽ മതി. ഇപ്പം എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. ഈ നമ്പറും ഡിവിഷനിൽ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് റേഷ്യോ പ്രപ്പോർഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ 4 വെച്ച് ചെയ്യുമ്പോഴും 3 വെച്ച് ചെയ്യുമ്പോഴൊന്നും കിട്ടില്ല. നിങ്ങൾ 6 വെച്ച് ചെയ്യുമ്പം നിങ്ങൾ നോക്കുക, 6 ആയിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ. 6 വെച്ച് ചെയ്യുമ്പം 23 മൈനസ് 6 എന്ന് പറയുന്നത് 17 ആണ്. ഓക്കെ, 30 മൈനസ് 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 24 ആണ്. ഓക്കെ, അതേപോലെ 57 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 51 ആണ്. ഡിവൈഡഡ് ബൈ 78 മൈനസ് 6 എന്ന് പറയുമ്പം 72 ആണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം 17 51 വെട്ടാൻ പറ്റില്ലേ? 3 ടൈംസ് വരും. അതേപോലെ ഇതും കട്ട് ചെയ്താലും 24 72 കട്ട് ചെയ്താലും 3 ടൈംസ് വരും. കറക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈക്വലായിട്ട് 1:1 വന്നു. സോ ഈ 6 സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ഈ നമ്പേഴ്സ് പ്രപ്പോർഷനിലാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഇവിടെ സം ഓഫ് 6 കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 540. ദെൻ ദ സം ഓഫ് ദി ഫസ്റ്റ് സ്മോളസ്റ്റ് ആൻഡ് ദി ലാർജസ്റ്റ് നമ്പർ. തുടർച്ചയായിട്ടുള്ള 6 ഒറ്റ സംഖ്യകളുടെ തുക 540 ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് നമ്പർ എക്സ് എന്ന് എടുത്താൽ അടുത്ത നമ്പർ ഏതായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. തൊട്ടടുത്ത ഓഡ് നമ്പറാണ്. ഓക്കെ, നമുക്കറിയാം 2 ഓഡ് നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ, അടുത്തടുത്തുള്ള 2 ഓഡ് നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3ഉം 5ഉം നമ്മൾ കൺസിഡർ ചെയ്താൽ ഡിഫറൻസ് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് 2ൻ്റെ ഗ്യാപ്പിൽ വേണം ഓരോ നമ്പറും കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4 എക്സെട്ര ഏതുവരെ വരും? എക്സ് പ്ലസ് 10 വരെ വരും. എക്സ് പ്ലസ് 4 അപ്പോൾ 3 എണ്ണമായി. ദെൻ എക്സ് പ്ലസ് 6, എക്സ് പ്ലസ് 6, എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 10 ഇത്രയാണ് ഉണ്ടാവുക. ഇതായിരിക്കും 6 തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകൾ. എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 10. ഓക്കെ, ഇതിൻ്റെ സം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എക്സുകളെല്ലാം കൂട്ടും. 1 2 3 4 5 6x 6x കിട്ടും. അതിൻ്റെ കൂടെ നമ്പേഴ്സ് എത്ര വരും? 6x പ്ലസ് 2 plus 4 6, 6 plus 6 12, 12 plus 8 20, 20 plus 10 30 അല്ലേ? 6x പ്ലസ് 30 എന്ന് പറയുന്നത് 540 ആണെന്ന് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 540 കിട്ടുന്നു. ഓക്കെ, 540 ഈ കാര്യം നമ്മുടെ അടുത്ത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഷോർട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 5 അല്ലേ, 5 ഈസ് ഈക്വൽ ടു 90 എന്ന് എഴുതാം നമുക്ക്. ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡും 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓരോ നമ്പറും 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാം, മാത്തമാറ്റിക്സ് ആണ്. 6 + 5 90. ഇത് മെൻ്റൽ എബിലിറ്റി അല്ല കേട്ടോ, ദിസ് ഈസ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ നോക്കുക
എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് നമ്പറിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എക്സ് ആണ്. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 10 അല്ലേ? സോ നമുക്ക് 2x പ്ലസ് 10 എന്നാണ് കിട്ടുന്നത്. 2x പ്ലസ് 10. അപ്പോൾ ഇത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മുടെ കയ്യിൽ ഇവിടെ എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് 90 ആണെന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഓരോ ടേമിനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 2x ആണ്. 2x ആണ് പ്ലസ് 5 ഇൻറ്റു 2 10 ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു നമുക്ക് അപ്പുറത്ത് എന്ത് കിട്ടും? 90 ഇൻറ്റു 90 ഇൻറ്റു 2 എന്നാണ് വരേണ്ടത്. 2 വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 9 ഇൻറ്റു 2 18 ആണ്. 180 കിട്ടും. ഓക്കെ, ഈ സംഭവം തന്നെയല്ലേ നമുക്കിവിടെ കണ്ടെത്തേണ്ടതാ. ഇതും രണ്ടും സെയിം അല്ലേ? സോ നമുക്ക് കിട്ടിയ ആൻസർ 180. അത് ഇത് തന്നെ ആയിരിക്കും അല്ലേ? ഈ സം തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്നത് 180 എന്ന് പറയുന്നത് ഈ സം തന്നെയാണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 180 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക ശ്രേണിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. നമുക്കിവിടെ ചോദ്യത്തിൽ കാണാൻ പറ്റും ഒരു പെർട്ടിക്കുലർ സീരീസ് തന്നിട്ടുണ്ട്. സോ ഇനി വരുന്ന ഈ ചോദ്യങ്ങളെല്ലാം ഈ ചോദ്യമായാലും അതുപോലെ ഈ ചോദ്യമായാലും ഈ 3 ചോദ്യങ്ങളും ഈ ഒരു സീരീസിനെ ബേസ് ചെയ്താന്നുള്ള ഡയറക്ഷനൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹൗ മെനി ബീസ് ആർ പ്രസീഡഡ് ബൈ ഡി ആൻഡ് ഫോളോഡ് ബൈ ബി? അതായത് ഒരു പെർട്ടിക്കുലർ ബി ഉണ്ടാവും. ആ ബിയുടെ തൊട്ട് മുമ്പ് ഡി ആയിരിക്കും. അതാണ് പ്രസീഡഡ് ബൈ എന്ന് ഉദ്ദേശിച്ച്. അതിനുശേഷവും ബി ആയിരിക്കും. സോ ഈ ഡി ബി ബി എന്നൊരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ബിയെ നമ്മൾ കൺസിഡർ ചെയ്യണം, കൗണ്ട് ചെയ്യണം. ദിസ് വിൽ ബി നമ്പർ 1. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ ഒരു സീരീസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഡി ബി ഡി അതേ അഗെയിൻ ഇതാണ്ടോ, ഈ ഒരു പെർട്ടിക്കുലർ ബി നമ്മൾ കൺസിഡർ ചെയ്യണം. ഡി ബി ബി. ഓക്കെ, 1. സോ ദെൻ അഗെയിൻ 2 ഡി ബി ബി ആണ്. ആൻഡ് അഗെയിൻ ഡി ബി. ഓക്കെ, ഇതാ ഇവിടെയുണ്ട്. സോ നമുക്ക് 3 അത്തരത്തിലുള്ള ബികളാണ്. ഡി ബി ബി എന്ന് പറയുന്ന കേസ് എവിടെയാണെന്ന് നോക്കിയാൽ മാത്രം മതി. സോ ഇവിടെ പെർട്ടിക്കുലർ 1 ഡി ബി ബി, അതുപോലെ തന്നെ അഗെയിൻ ഡി ബി ബി, അഗെയിൻ ഡി ബി ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 വരുന്നുണ്ട്. ഓപ്ഷൻ 2 ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ദെൻ മുന്നിലും പിന്നിലും ബി വരുന്നത്, അതായത് പ്രസീഡഡ് ബൈ ആൻഡ് ഫോളോഡ് ബൈ ബി എന്ന് വെച്ചാൽ എന്താ കേസ്? ബി ഉണ്ട്, അതിൻ്റെ മുൻപും ബി ആണ്, അതുപോലെ തന്നെ ശേഷവും ബി ആണ്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദിസ് കൈൻഡ് ഓഫ് ബീസ് ആണ്. ഈ ഒരു ബി അതിൻ്റെ മുമ്പും ബി ആണ്, ശേഷവും ബി ആണ്. ഓക്കെ, സോ ബി 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 3 ബി വരുന്ന സിറ്റുവേഷൻ അത് അങ്ങനെയുള്ള എത്ര ബി ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ദിസ് 1 ബി ഡിയുടെ ഇടയിലാണ്, ഇവിടെ കഴിയില്ല. 2 ഡികൾക്കിടയിലാണ് ഈ ബി വന്നിട്ടുള്ളത്. സോ ദിസ് പെർട്ടിക്കുലർ ബി ഞാനത് കുറച്ച് ലെങ്തി ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിയർ ദിസ് 1 2. ഓക്കെ, അങ്ങനെയുള്ള 2 എണ്ണമാണ് നമുക്കുള്ളത്. ഓക്കെ, വേറെ 3 ബികൾ ഒരുമിച്ച് വരുന്ന കേസ് വേറെ എവിടെയില്ല. ഇവിടെയുണ്ട്. സോ ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി അഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ബീസ് ആർ പ്രസീഡഡ് ബൈ ബി ആൻഡ് നോട്ട് ഫോളോഡ് ബൈ ബി? അതായത് ഒരു പെർട്ടിക്കുലർ ബി ഉണ്ട്, അതിൻ്റെ തൊട്ട് മുമ്പ് ബി ആണ്, പക്ഷേ അതിന് ശേഷം ബി ആവരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ എന്താണ്? ഈ സീരീസിൽ ബിയും ഡിയും മാത്രം ഉള്ളത് കൊണ്ട് ഇവിടെ തേർഡ് ലെറ്റർ എന്തായിരിക്കും? ഡി ആയിരിക്കും. ഓക്കെ, സോ ബി ബി ഡി എന്ന് പറയുന്ന സിറ്റുവേഷൻ എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. ബി ബി ഡി. ഓക്കെ, സോ ദിസ് ഈസ് എ കേസ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്രാവശ്യം ഇങ്ങോട്ട് ഇവിടെ നോക്കാം. നമുക്ക് സെയിം സീരീസ് തന്നെയാണ് രണ്ടും. സോ ഹിയർ ദിസ് 1 ബി ബി ഡി, അതുപോലെ ഇവിടെയും ബി ബി ഡി. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ബി ബി ഡികളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹിയർ 1
സോ ദിസ് വൺ 2, ഇത് BDD ആണ്, നമുക്ക് BBD ആണ് വേണ്ടത്. സോ 1 2 3 അല്ലേ, BD DB DD, ഓക്കെ BBD, ഇവിടെ DBD BDB BBB BBD അഗെയിൻ BDB, അങ്ങനെ വരുമ്പം 3 എണ്ണമാണല്ലോ. സോ ഇതിൽ ഓപ്ഷൻ ആൻസർ 3 വരുന്ന ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൽ ഞാൻ ഓപ്ഷൻസ് ഇവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് വിത്ത് 1 ഡോട്ട്. സോ ഈ പെർട്ടിക്കുലർ ഫേസിന് ഓപ്പോസിറ്റ് വരുന്ന ഫേസ് ഏതാണെന്നുള്ളതാണ്. സോ നമുക്ക് 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ഫേസ് കോമൺ ആയിട്ട് വരുന്ന 1 ഉള്ള ഒരു ഡൈ, ഈ ഒരു ഡൈയെ സെലക്ട് ചെയ്യാം. ഇതിൽ 1 ഉണ്ട്. അതുപോലെ തന്നെ 2ഓ 5ഓ അഗെയിൻ വരുന്ന, കണ്ടോ, ഇതിൽ ഈ 2 ഡൈ, ഒന്നാമത്തെയും ഈ രണ്ടാമത്തെയും ഡൈ തന്നെ ഞാൻ കൺസിഡർ ചെയ്താൽ നിങ്ങൾ നോക്കുക, 5 എന്ന് പറയുന്ന ഈ 2 ഫേസ് കോമൺ ഫേസ് ആണ്. അതുപോലെ ഈ 2 ആൻഡ് ദിസ് 2 രണ്ടും കോമൺ ഫേസ് ആണ്. നമുക്കറിയാം നമ്മുടെ ഷോർട്ട് കട്ട് നിങ്ങൾ ഓർക്കുക, 2 ഫേസസ് കോമൺ ആണെങ്കിൽ കോമൺ അല്ലാത്ത ഈ 2 ഫേസുകളും ഓപ്പോസിറ്റ് ആയിരിക്കും. സോ 1 ഓപ്പോസിറ്റ് സൈഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 1 ഓപ്പോസിറ്റ് സൈഡ് 6 ആണ്. ഇനി 1ഉം 2ഉം കൺസിഡർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ 1ഉം 3ഉം കൺസിഡർ ചെയ്താൽ തന്നെ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ്, ഇവിടെ കോമൺ ഫേസ് 2 ആണ്. സോ 2വിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ഫിഗറിൽ കറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് 2 ലഭിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ 1ലെത്തും. ക്ലോക്ക് വൈസ് ആണ് നമ്മൾ കറങ്ങുന്നത്. ദെൻ നിങ്ങൾ അഗെയിൻ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 5ലെത്തും. അഗെയിൻ ഈ തേർഡ് പിക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 1ഉം 3ഉം ആണ് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത്. സോ 2വിൽ നിന്ന് നിങ്ങൾ കറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യം യു വിൽ റീച്ച് 6 ആൻഡ് അഗെയിൻ മൂവിങ് ഫോർവേഡ് നിങ്ങൾ 3യിലേക്കും എത്തും. സോ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 1ഉം 6ഉം ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടും. സോ 1ന് ഓപ്പോസിറ്റ് 6. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എടുക്കാം നിങ്ങൾക്ക് ഡൈസിൻ്റെ. അതിൽ ഏത് നോക്കിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും, പ്രയാസമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഈ പാറ്റേൺ നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഹെക്സഗൺ, സർക്കിൾ, ട്രയാങ്കിൾ, ഹെക്സഗൺ. ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഹെക്സഗൺ വരുന്ന ഫിഗർ ആയിരിക്കണം നമുക്ക് വേണ്ടത്. സോ ഓപ്ഷൻ 1 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. കാര്യം അതിൽ സർക്കിളാണ്. ഹെക്സഗൺ വരുന്നതായിരിക്കും നമുക്ക് വേണ്ടത്. ദെൻ ഇതിൽ ആംസ്, ഇതൊരു മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു മാനായിട്ട് കൺസിഡർ ചെയ്ത് ആംസ് സ്ട്രൈറ്റ് ആണ്, ഇത് അപ്വേർഡാണ്, ഇത് ഡൗൺവേർഡാണ്. ഈ ഒരു കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ അപ്വേർഡും ഡൗൺവേർഡും ഉണ്ട്. ഓക്കെ, ഇതിലും ഒരു അപ്വേർഡ്, ഒരു ഡൗൺവേർഡ്, ഒരു സ്ട്രൈറ്റ്. അപ്പോൾ ഇവിടെ ഡൗൺവേർഡ് ഉണ്ട്, അപ്വേർഡ് ഉണ്ട്, സ്ട്രൈറ്റ് ആയിട്ട് വരുന്നതായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഇത് ഡൗൺവേർഡാണ്, ഇത് വേണ്ട. ഇത് അപ്വേർഡാണ്, ഇതും വേണ്ട. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. ബാക്കിയുള്ള സിറ്റുവേഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലെഗ്സിൻ്റെ ഷേപ്പും കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്താലും നമുക്കറിയാം ഇവിടെ സർക്കിൾ വരുന്ന ലെഗ്സാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അതും ഈ കണ്ടീഷൻ ഓക്കെയാണ്. സോ ഓപ്ഷൻ 2 തന്നെ ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾ കണ്ടോ, ഇത് സിമ്പിൾസ് അല്ലെങ്കിൽ ഈ ചിത്രത്തിലുള്ള ഡിഫറെൻറ്റ് സിമ്പിൾസ് എങ്ങോട്ട് മാറുന്നു അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ചോദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ മൈനസ് സിമ്പിളാണ്, അത് ഈക്വൽ സിമ്പിളായി, ദെൻ പ്ലസ് സിമ്പിളായി, ദെൻ അഗെയിൻ മൈനസ് വന്നു. അപ്പോൾ മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന സിമ്പിൾ ഏതായിരിക്കണം, ഈക്വൽ സിമ്പിളായിരിക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഡോട്ടിൻ്റെ കളർ ആൾട്ടർനേറ്റ് ആയിട്ട് മാറി വരുന്നുണ്ട്. ബ്ലാക്കായി, വൈറ്റായി, അഗെയിൻ ബ്ലാക്കായി, വൈറ്റായി, നെക്സ്റ്റ് ബ്ലാക്ക് വരണം. അപ്പോൾ ബ്ലാക്ക് വരുന്ന ഡോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടെ നോക്കാം, മൈനസ്, ഈക്വൽ, പ്ലസ്, മൈനസ്. നെക്സ്റ്റ് സിമ്പിൾ വരേണ്ടത് ഈ ഒരു ഭാഗത്തായിരിക്കണം. ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ വന്നു, ടോപ്പിൽ വന്നു, അഗെയിൻ റൈറ്റിൽ വന്നു, താഴെ വന്നു. നെക്സ്റ്റ് വരേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കണം.
അപ്പോൾ അങ്ങനെയുള്ള എന്തായിരിക്കണം ഓപ്ഷൻസ് മാത്രം ഇനി കൺസിഡർ ചെയ്താൽ മതി. സോ ദിസ് ക്യാൻ ബി ക്യാൻസൽഡ് ആൻഡ് ദിസ് വൺ ക്യാൻ ഓൾസോ ബി ക്യാൻസൽഡ്. ഇനി നിങ്ങൾ ഓപ്ഷൻ 2 നോക്കുക, ഉണ്ടാവും നമ്മുടെ ഡോട്ട് ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മൈനസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നേക്കുന്ന സിമ്പിൾ ഈക്വൽ സിമ്പിളാണ്. സോ മൈനസിന് ശേഷം വരേണ്ട സിമ്പിൾ ഈക്വൽ സിമ്പിൾ തന്നെയാണ്, അത് ഈ പൊസിഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ 2 ആണ് കറക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഈ ഫസ്റ്റ് ഇതിന് നമ്മൾ 4 ഫിഗേഴ്സായിട്ട് ആണല്ലോ, 4 ഫിഗേഴ്സ് ആണല്ലോ ഉള്ളത്. സോ 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നത്, അതുപോലെ 2ൽ നിന്ന് 2 to 3 അതേപോലെ 3 to 4 എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെയും സിമിലർ കൺസെപ്റ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താണ്, നിങ്ങളിവിടെ നോക്കുക, ഇവിടെ ഇൻറ്റു അതുപോലെ ഈക്വൽ പ്ലസ് ഇൻറ്റു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇൻറ്റു ഈക്വൽസ് പ്ലസ് ഇൻറ്റു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരേണ്ടത് ഈക്വൽ സിമ്പിൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരേണ്ടത് ഈക്വൽ സിമ്പിൾ ആയിരിക്കണം നെക്സ്റ്റ് ഫിഗറിൽ. അപ്പോൾ സോ ഓപ്ഷൻ 1 ക്യാൻ ബി എലിമിനേറ്റഡ്. അവിടെ ഇൻറ്റു സിമ്പിളാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു എസിൻ്റെ പൊസിഷൻ നോക്കുക. ഇത് ബോട്ടം ലെഫ്റ്റ് കോർണറിലാണ്, ടോപ്പ് റൈറ്റ് കോർണർ. ബോട്ടം ലെഫ്റ്റ് കോർണർ, ടോപ്പ് റൈറ്റ് കോർണർ. അപ്പോൾ നെക്സ്റ്റ് ബോട്ടം ലെഫ്റ്റ് കോർണറിലാണ് വരേണ്ടത്. സോ ഓപ്ഷൻ 4 ക്യാൻ ബി എലിമിനേറ്റഡ്. നെക്സ്റ്റ് നിങ്ങൾ ഏതെങ്കിലും നോക്കിയാൽ മതി. നെക്സ്റ്റ് ഞാൻ ഇതാണ് നോക്കുന്നത്, പ്ലസ് ഇൻറ്റു ഈക്വൽ പ്ലസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരേണ്ടത് ഇൻറ്റു സിമ്പിളാണ്. സോ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ ആൻസർ. കാര്യം ഓപ്ഷൻ 3ൽ ഇവിടെ വന്നിട്ടുള്ളത് പ്ലസ് സിമ്പിളാണ്. സോ ഇതും ക്യാൻസൽ ചെയ്യാം, നമുക്ക് ഓപ്ഷൻ 2 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ഈ ഒരു സിമ്പിളിൻ്റെ ഒരു റിലേഷൻഷിപ്പും കൂടെ നമുക്ക് നോക്കാം. ഈക്വൽസ് പ്ലസ് ഇൻറ്റു ഈക്വൽസ്. നെക്സ്റ്റ് ഈക്വൽസ് കഴിഞ്ഞാൽ പ്ലസ് ആണ് വരേണ്ടത്, പ്ലസ് ആണ് വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് അവർ ആൻസർ. നമുക്കത് ഉറപ്പായിട്ടും അത് തന്നെ മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇവിടെ കാണാം സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ XOR അതേപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ക്വയർ ഉണ്ട്. ദെൻ ഇവിടെ നിങ്ങൾ ഇതിൽ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സ്ക്വയർ സെക്കൻഡ് ഫിഗറിൽ വരുമ്പോൾ രണ്ടാമത്തേലെത്തി, പിന്നെ അത് ഡയഗണലി ഓപ്പോസിറ്റ് വരുന്നതിലേക്ക് പോവുകയാണ്. ദെൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക്, നെക്സ്റ്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനാണ്, നമുക്ക് പറയാൻ പറ്റില്ല. കറക്റ്റായിട്ട് ഈ ഒരു രീതിയിലല്ല, ഇവിടെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട്, ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറക്കല്ല. ആക്ച്വലി ആദ്യം സംഭവിക്കുന്നത് ഇങ്ങോട്ട് നീങ്ങുന്നു, ഇങ്ങനെ നീങ്ങുന്നു, അത് കഴിഞ്ഞ് ഒരു ഷിഫ്റ്റ് ഹൊറിസോണ്ടലായിട്ട് വരുന്നു അല്ലേ, അത് കഴിഞ്ഞ് ഡയഗണൽ ഒരു ഷിഫ്റ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് മുകളിലേക്കാണ്. സോ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഷിഫ്റ്റ് റൈറ്റിലേക്കാണെന്ന് പറയാൻ കഴിയില്ല. മേ ബി ആയിരിക്കാം, അല്ലെങ്കിൽ ഡയഗണലി താഴോട്ടായിരിക്കാം. കണ്ടോ, ഒരു ഹൊറിസോണ്ടൽ ഇത് കഴിഞ്ഞിട്ട്, അതായത് ഒന്നുകിൽ ഹൊറിസോണ്ടൽ കഴിഞ്ഞിട്ട് താഴേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്, പിന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി റൈറ്റിലേക്കാണ് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ പിന്തുടരുകയാണോ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നമുക്കറിയില്ല. ഓക്കെ, ഇൻ കേസ് ഇത് ഇങ്ങോട്ട് ഇനി ഈ ഒരു പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫിഗേഴ്സ് വരാം, തേർഡ് ഫിഗർ വരാം. ഇനി ബാക്കിയുള്ള സിമ്പിൾസ് കൂടെ നോക്കിയാൽ മാത്രമേ അത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എക്സിൽ നിങ്ങൾ നോക്കുക, എക്സിന് എന്താണ് സംഭവിക്കുന്നത്, എക്സ് ടോപ്പിലേക്ക് പോയി, പിന്നെ അത് ഡയഗണലി താഴോട്ട് വന്നു, ദെൻ ഇങ്ങോട്ട് മാറി. ഓക്കെ, ഇപ്പം നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് തേർഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ എക്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എക്സ് ഇനീഷ്യലി അത് മുകളിലേക്ക് പോയി, സോ ഇതാണ് ഡയറക്ഷൻ. പിന്നീട് അത് ഡയഗണലി ഇങ്ങോട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് എക്സ് എങ്ങോട്ട് പോയി, എക്സ് നേരെ വീണ്ടും തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോയി. ഏകദേശം ഒരു ക്ലോക്ക് വൈസ് കറക്കം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്, റൈറ്റ് ടുവേർഡ്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരേണ്ടതായിരുന്നു, എക്സ് വരേണ്ടായിരുന്നു. എക്സ് വന്നില്ല, സോ ഓപ്ഷൻ 3 നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കറക്കം ആണെന്ന് നമുക്ക് പറയാൻ വയ്യ, റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. കാര്യം ഫൈൻ, അങ്ങനെ ഒരു കറക്കം ആയിരുന്നെങ്കിൽ ഈ ഒരു
സംഭവം അങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ 3 ആണ്. പക്ഷേ അവിടെ എക്സ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതല്ല, നമുക്ക് അടുത്ത സിമ്പിളിൻ്റെ നോക്കാം. ഓ ഫസ്റ്റ് ഇത് താഴോട്ട് വന്നു, സ്ട്രൈറ്റ് താഴോട്ട് വന്നു, ദെൻ ഡയഗണലി അപ്പ് പോയി, ഇങ്ങനെ അപ്വേർഡ് പോയി. നെക്സ്റ്റ് ഇത് ഇങ്ങോട്ട് പോയി അല്ലേ. നെക്സ്റ്റ് ഇനി താഴോട്ടാണ് വരുന്നതെങ്കിൽ താഴോട്ടല്ല വരുന്നത്, നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അപ്പോൾ ഡയഗണലി ആയിരിക്കണം പോകുന്നുണ്ടാവുക. ഡയഗണലി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നുണ്ടാവുക? ഇങ്ങോട്ട് പോയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം ഈ സൈഡിൽ എക്സ് ഓ വന്ന് നിൽക്കുന്ന ഈ ഒരു ഫിഗർ നമുക്ക് തൽക്കാലം കൺസിഡർ ചെയ്യാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഈ ഡയഗണൽ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഇത് നമുക്കറിയാം, ഈ ഒരു പിക്ചറിലെ പൊസിഷനിലേക്ക് ഈ 3 ലെറ്റേഴ്സും വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓയുടെ സ്ഥാനം നമുക്ക് കിട്ടി, ഇനി ഇതിൻ്റെതും കൂടെ വരുന്നുണ്ടെങ്കിൽ സ്ക്വയർ ഇവിടുന്ന് ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഇവിടുന്ന് ഇനി ഈ പ്രകാരമാണെങ്കിൽ ഡയഗണലി പോകണം. ഡയഗണലി പോകുമ്പോൾ ബോട്ടം റൈറ്റ് കോർണറിൽ സ്ക്വയർ വരണം. അതിവിടെ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഇവിടെ വന്നാണ് നിൽക്കുന്നത്, അപ്പം ഡയഗണലി പോകുമ്പോൾ ഇങ്ങോട്ട് വരണം, അതായത് ടോപ്പ് റൈറ്റ് കോർണറിൽ എക്സ് വേണം. സോ ശരിയാണ്. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 6ഉം കറക്റ്റ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ 4 സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഒന്ന് ട്വിസ്റ്റഡ് ആണ്, ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രാം ബേസ് ചെയ്തിട്ടാണ്. ഫുട്ബോൾ കളിക്കുന്നവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നവരെയും ക്രിക്കറ്റ് കളിക്കുന്നവരെയും ടെന്നീസ് കളിക്കുന്നവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ സർക്കിൾസ് ഉണ്ട്. മേർജ് ചെയ്തിട്ടാണുള്ളത് ഓരോ സർക്കിളും. ആദ്യത്തെ ചോദ്യത്തിൽ ദ ലെറ്റർ ഡിനോട്ടിങ് ദോസ് സ്റ്റുഡൻസ് പ്രാക്ടീസിങ് ഓൾ ദി 4 ഗെയിംസ്. എല്ലാ ഗെയിംസും കളിക്കുന്നവരെന്ന് പറയുമ്പോൾ എല്ലാ സർക്കിളിലും വരണം, കോമൺ ആയിട്ട് വരുന്ന ആളുകൾ. ഈ 4 സർക്കിളിനകത്തും വരുന്ന നമുക്ക് ഏറ്റവും സെൻറ്ററിൽ വരുന്ന എച്ച് ആയിരിക്കും. ഓക്കെ, 4 സർക്കിളിൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്നത് എല്ലാം എച്ച് എടുത്തു കഴിഞ്ഞാൽ ടെന്നീസിലുണ്ട്, ഫുട്ബോളിലുണ്ട്, ക്രിക്കറ്റിലുണ്ട്, ബാസ്കറ്റ് ബോളിലുണ്ട്. ഓക്കെ, സോ എച്ച് ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ലെറ്റർ ഡിനോട്ടിങ് ദോസ് സ്റ്റുഡൻസ് പ്രാക്ടീസിങ് ടെന്നീസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ ബട്ട് നോട്ട് ബാസ്കറ്റ് ബോൾ. നോട്ട് ബാസ്കറ്റ് ബോൾ എന്ന് പറയുമ്പോൾ പിന്നെ ബാസ്കറ്റ് ബോളിനകത്തുള്ളവർ നമുക്ക് ആവശ്യമില്ല, ഇതിനി കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ബാക്കിയുള്ളതിൽ 3ലും കോമൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഫുട്ബോളിലും ക്രിക്കറ്റിലും വരുന്ന ആണ് എം. ഓക്കെ, ദിസ് വൺ ഈസ് ക്രിക്കറ്റ്. ഓക്കെ, ഈ സർക്കിൾ ക്രിക്കറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ക്രിക്ക്. സോ ഈ ജിയെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെന്നീസിലുണ്ട്, ഫുട്ബോളിലുണ്ട്, ക്രിക്കറ്റിലുണ്ട്, 3ലും വരുന്നതാണ് ജി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റർ ഡിനോട്ടിങ് ദോസ് സ്റ്റുഡൻസ് പ്രാക്ടീസിങ് ഫുട്ബോൾ ബട്ട് നോട്ട് ബാസ്കറ്റ് ബോൾ ഓർ ക്രിക്കറ്റ്. ബാസ്കറ്റ് ബോളും വേണ്ട, ക്രിക്കറ്റും വേണ്ട. ബാസ്കറ്റ് ബോളോ ക്രിക്കറ്റോ കളിക്കുന്നവർ വേണ്ട, ഫുട്ബോൾ കളിക്കുന്നവർ മതി. ബാസ്കറ്റ് ബോളോ ക്രിക്കറ്റോ കളിക്കുന്നവരാവരുത്. അപ്പോൾ ക്രിക്കറ്റും വേണ്ട, ബാസ്കറ്റ് ബോളും വേണ്ട, പക്ഷെ അതിൽ ഫുട്ബോൾ കളിക്കുന്നവരാവും വേണം. ഫുട്ബോൾ കളിക്കുന്നവൻ്റെ ബാക്കി ബി മാത്രമാണുള്ളത്, ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ലെറ്റർ ഡിനോട്ടിങ് ദോസ് സ്റ്റുഡൻസ് പ്രാക്ടീസിങ് ഓൺലി ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. ഫുട്ബോളും ക്രിക്കറ്റും മാത്രം പരിശീലിക്കുന്നവർ. സോ നമുക്ക് ബാസ്കറ്റ് ബോൾ കളിക്കുന്നവർ വേണ്ട, ഈ സർക്കിൾ വേണ്ട, അതേപോലെ ടെന്നീസ് കളിക്കുന്നവരായതുകൊണ്ട് ഈ ഒരു സർക്കിളും നമുക്ക് വേണ്ട. ഫുട്ബോളും കളിക്കണം, ക്രിക്കറ്റും കളിക്കണം. അപ്പോൾ ഫുട്ബോളിലും ക്രിക്കറ്റിലും ഈ 2 സർക്കിളിലും കോമൺ ആയിട്ട് വരുന്നത് എം. ആൻസർ ഓപ്ഷൻ 1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്? സ്റ്റുഡൻസ് പ്രാക്ടീസിങ് നെയ്തർ ബാസ്കറ്റ് ബോൾ നോർ ടെന്നീസ്. ബാസ്കറ്റ് ബോളും ടെന്നീസും കളിക്കാത്ത കുട്ടികൾ. അപ്പം ഈ 2 സർക്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ബി ഉണ്ട്, എം ഉണ്ട്, സി ഉണ്ട്. സോ ബി, എം, സി എന്നീ ഭാഗങ്ങളുടെ യോഗം, യൂണിയൻ ഓഫ് ദ റീജിയൻ ബി, എം, സി, ഇത് 3ഉം കൂടെ വരുന്ന ഭാഗം ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത് പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് എന്ന് പറയുന്ന ഫിഗറിന് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മളൊരു പേപ്പർ ഇതുപോലെ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ 2 ഹാഫായിട്ട് മടക്കി അതിനെ അഗെയിൻ ഈ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ട് വീണ്ടും മടക്കി കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പോർഷൻ ഏകദേശം ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അല്ല, ഒരു സ്ക്വയർ ടൈപ്പ് ഈ ഒരു പോർഷൻ വരുന്നത്. സോ ഇങ്ങനെയൊരു ഇതിനെ നമുക്കിങ്ങനെ
ഫിൽ ചെയ്ത് പോവാം. ഓക്കെ, ദെൻ ഈ ഒരു ഏരിയ ഇങ്ങനെ ലൈൻ ഹാച്ചഡ് ലൈനായിട്ട് വരും. നമുക്ക് ജസ്റ്റ് ഈ ഫിഗറിലൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. സോ ഈ പോർഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ആവും, അതുപോലെ ഇങ്ങനെയും കംപ്ലീറ്റ് ആവും. സോ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഫിഗർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 അല്ലേ. ഇതിനൊരു സെൻറ്റർ വൈസ് നിങ്ങളൊന്ന് ഹാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നത് ഫിഗർ 2 ആണ്. സോ നിങ്ങൾക്കൊരു അനാലിസിസ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫിഗർ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷന് ഇക്വലൻ്റ് ആണ്, ഈ ഹാഫിൽ വന്നേക്കുന്ന ഈ ഒരു ഏരിയ. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു മികച്ച വിജയം ആശംസിക്കുന്നു. താങ്ക് യു.